ഹായ്. നമ്മൾ വീട് പണിയുമ്പോൾ അത് ഏത് റേഞ്ചിലുള്ള വീടാണെങ്കിലും ചെറുതാണോ വലുതാണോ അങ്ങനെ ഒന്നുമില്ല, നമുക്ക് അതിന്റെ ഇന്റീരിയർ നല്ല ഭംഗിയായിട്ടിരിക്കണം എന്നുള്ളത് ഇപ്പൊ എല്ലാവരും കൺസിഡർ ചെയ്യുന്ന കാര്യമാണ്. പണ്ടൊക്കെ പുറം ഭാഗത്തുള്ള ഒരു ലുക്കിനെ മാത്രമാണ് ആളുകൾ കൺസിഡർ ചെയ്തിരുന്നതെങ്കിൽ കൂടി ഇപ്പോൾ അതിന്റെ ഇന്റീരിയറും ഈക്വലി ഇമ്പോർട്ടൻസ് വരുന്ന ഒരു കാര്യമായിരിക്കുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പുറം ഭാഗം പ്ലാൻ ചെയ്യുന്ന അതേ സമയത്ത് തന്നെ അതിന്റെ ഇന്റീരിയറിൽ എന്തൊക്കെ വേണം എന്നുള്ളത് കൂടെ നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം പിന്നീട് ഉള്ളിൽ വരുന്ന പല വർക്കുകളും, ഇപ്പോൾ ഇലക്ട്രിക്കൽ വർക്കുകൾ പോലെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ, ഇപ്പൊ എസ്പെഷ്യലി നമ്മൾ പലയിടത്തും ഭംഗിക്ക് വേണ്ടി സ്ട്രിപ്പ് ലൈറ്റ്സ് ഒക്കെ കൊടുക്കാറുണ്ടല്ലേ, അതൊക്കെ ചെയ്യേണ്ട സിറ്റുവേഷനിൽ എല്ലാം കഴിഞ്ഞ ശേഷമാണ് ഇന്റീരിയർ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഒരു അഡീഷണൽ വർക്ക് അല്ലെങ്കിൽ ഒരു അഡീഷണൽ കോസ്റ്റ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഇപ്പോൾ പ്രീ പ്ലാൻ ചെയ്ത് വെച്ചിട്ടില്ല, നമുക്ക് പിന്നീടാണ് ഇന്റീരിയർ ചെയ്യുന്നതെങ്കിൽ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ആ ഒരു സിറ്റുവേഷനിൽ എന്താണോ കൊടുക്കാൻ പറ്റുക ആ ഒരു രീതിയിലേക്ക് നമ്മൾ ചിലപ്പോൾ കുറച്ച് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അവിടെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ആ ഭംഗിയുള്ള ഇന്റീരിയർ നമുക്ക് ചിലപ്പോൾ കിട്ടണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വീട് പണി നടക്കുന്ന ആ സമയത്ത് തന്നെ അതിന്റെ ഇന്റീരിയറും എങ്ങനെ വേണം എന്നുള്ളത് പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാം.